ഡൽഹിയിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. വിശദാംശങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എങ്ങനെയാണ് വിശദാംശങ്ങൾ? അതിഷി മർലേന തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഇപ്പോൾ നിയമസഭാ കക്ഷിയോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് നിയമസഭാ കക്ഷിയോഗം തീരുമാനിച്ചത്. നമ്മൾ തൊട്ടു മുമ്പായിട്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു തീരുമാനം ആ കക്ഷിയോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിഷി മർലേന തന്നെ ഡൽഹിയെ നയിക്കാനായി പുതിയ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ആം ആദ്മി പാർട്ടി MLA മാരുടെ യോഗത്തിൽ ആ തീരുമാനം വന്നിരിക്കുന്നുവെന്നാണ് ഏറ്റവും പുതുതായി പറയാനുള്ളത്. എന്തായാലും അതിഷി മർലേന മുഖ്യമന്ത്രിയാകുമ്പോൾ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഡൽഹിയെ സംബന്ധിച്ച് അതിഷി എന്ന് പറയുന്നത്. നേരത്തെ സുഷമ സ്വരാജും അതോടൊപ്പം തന്നെ ഷീലാ ദീക്ഷിതുമാണ് ഇതിനു മുമ്പ് വനിതാ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. എന്തായാലും അതിഷി മർലേനയും ചരിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും അതിഷി മർലേന നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കെജ്രിവാൾ ജയിലിൽ ആയിരുന്ന സമയത്തെല്ലാം തന്നെ ഡൽഹിയിലെ ഭരണകാര്യങ്ങളടക്കം നിയന്ത്രിച്ചിരുന്ന മന്ത്രിയായിരുന്നു. കൂടാതെ ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചു. മനീഷ് സിസോദിയ അടക്കം ജയിലിലായ സമയത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ആം ആദ്മിയെ ഡൽഹിയിലെ ഭരണകാര്യങ്ങളിലടക്കം ആം ആദ്മിയെ നിയന്ത്രിച്ചതും മുന്നോട്ട് നയിച്ചതുമെല്ലാം തന്നെ അതിഷി മർലേനയായിരുന്നു. ആ അതിഷി മർലേനെ തന്നെ ആം ആദ്മി തെരഞ്ഞെടുത്തിരിക്കുന്നു, പുതിയ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. ഡൽഹിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വലിയ രീതിയിൽ ആം ആദ്മി പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യമായിരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു ഘട്ടത്തിലെല്ലാം തന്നെ പാർട്ടി പ്രതിരോധത്തിലായ സാഹചര്യത്തിലെല്ലാം തന്നെ ഡൽഹിയിലെ പല കാര്യങ്ങളും പാർട്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവ് കൂടിയാണ് അതിഷി മർലേന എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. അതിഷി മർലേനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അതായത് കെജ്രിവാൾ, മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാവുന്ന സാഹചര്യം, ആ ഘട്ടത്തിലെല്ലാം തന്നെ കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്തു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. 18 വകുപ്പുകളോളമാണ് അവർ ആ സമയത്ത് കൈകാര്യം ചെയ്തത്. ആ രീതിയിൽ ഭരണ മികവും അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തന മികവും എല്ലാം തന്നെ തെളിയിച്ചൊരു മന്ത്രി കൂടിയായിരുന്നു അതിഷി മർലേന. തീർച്ചയായും അതിഷി മർലേന തന്നെ മുഖ്യമന്ത്രി ആവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായുള്ള കാര്യം. എന്തായാലും MLA മാരെല്ലാം തന്നെ അതിഷി മർലേനയ്ക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി അതിഷി മർലേന വരുന്നു എന്നതാണ് പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കാര്യം, അതായത് MLA മാരുടെ പിന്തുണക്കത്ത്, അതിഷി മർലേനെ പിന്തുണച്ചുകൊണ്ടുള്ള കത്ത് വൈകിട്ട് അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് കൈമാറുന്നതിനൊപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറും. അതിൽ അന്തിമ തീരുമാനമുണ്ടാവും. എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാളിദാസ്.